Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. TOB പഠന പരമ്പരയുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഈ ചെറിയ TOB ടീമും ഇവിടെ സന്നിഹിതരാണ്. അവരെയും ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം നമ്മുടെ ശരീരത്തിൻ്റെ പ്രോഫറ്റിക് റോൾ. നമ്മുടെ ശരീരത്തിനൊരു പ്രവാചക ദൗത്യമുണ്ട്, അതെന്താണ് എന്നുള്ളതാണ്. നമ്മളെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ഹൃദയത്തെ തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു വലിയ മാറ്റം വരുത്തുവാൻ ശക്തിയുള്ള ഒരു തിയോളജിക്കൽ ടൈം ബോംബ് എന്ന് ജോർജ് വീഗൽ ഇതിനെ വിശേഷിപ്പിച്ചത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ജ്ഞാനവും കൃപയും കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു വയ്ക്കാം. കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥതയിൽ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം എന്താണ് ഇന്നത്തെ സംസാര വിഷയം? നമ്മളിപ്പോൾ കേട്ടു പ്രോഫറ്റിക് റോൾ ഓഫ് ദ ബോഡി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ പ്രോഫറ്റിക് റോള്? എന്തെങ്കിലും നമ്മുടെ സഭയുടെ വിശ്വാസപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇത് കേട്ടിട്ടുണ്ടോ? ഒരു പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? പ്രവാചകൻ ആരാ? ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നവനാ. ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്ന ആള് സത്യമാണോ അതോ അസത്യമാണോ പറയുന്നത്? സത്യം. അപ്പം ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സത്യം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ദൂത് അതുപോലെ പറയുന്ന, സത്യം യഥാർത്ഥത്തിൽ വളച്ചൊടിക്കാതെ പറയുന്ന വ്യക്തി. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ ശരീരത്തിൻ്റെ ആ കഴിവിനെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ ശരീരത്തിനും ഈ പ്രവാചക ദൗത്യം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് ക്ലിയർ ആകണം. എന്താണ് ഈ പ്രവാചക ദൗത്യം, എന്താണ് ഈ ശരീരത്തിൻ്റെ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വിഷ്വൽ ഇവിടെ കാണിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വിഷ്വൽ നമുക്ക് നോക്കാം. ഇതൊരു സൈക്കോളജിക്കൽ സർവേയുടെ ഒരു വിഷ്വലാണ്. അത് മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധം 3 തരത്തിലാണ് മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ 3 തരത്തിലാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മളിവിടെ കണ്ടു, വാക്കുകളിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇല്ലേ? രണ്ടാമത്തെ രീതി നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബോഡി ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മൂന്നാമത്തെ രീതി നമ്മുടെ മോഡുലേഷൻ, ടോണ്, വോയിസ്, അതിൻ്റെ വേരിയേഷൻ എന്നൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വാക്കുകളിലൂടെ എത്ര % കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? 7% മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ബോഡി ലാംഗ്വേജിലൂടെ എത്ര ശതമാനം നമ്മൾ 55%. ബാക്കിയെല്ലാം ശബ്ദത്തിൻ്റെ ടോൺ, മോഡുലേഷൻ എന്നിവയിലൂടെയാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സയൻസ് പ്രകാരം നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ, നമ്മുടെ ശരീരത്തിൻ്റെ ആ വ്യത്യസ്തമായ ലാംഗ്വേജ്. ഈ ബോഡി ലാംഗ്വേജ് ഒരു പ്രവാചക ദൗത്യം വഹിക്കുവാൻ കഴിവുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്കിനിയും കുറച്ചും കൂടെ ആഴമായിട്ട് മനസ്സിലാക്കുവാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ, അപ്പോൾ വാക്കുകളിലൂടെ എത്ര ശതമാനമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? 7%. ഈ 7% നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും ഒരു ഡിഗ്രി ഉണ്ട്. അതനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഉദാഹരണമായിട്ട് വിഷ്വലിൽ നിങ്ങൾ കണ്ടു, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊരു വ്യക്തി പറയുക. ഓക്കെ, ഇപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ലേ കൂട്ടുകാരി എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ കൂട്ടുകാരിയോട് നിങ്ങൾ പറയുക എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലൈക്ക് യു. അപ്പോഴേ ആൽബിൻ്റെ കൂട്ടുകാരിയോട് ആൽബിൻ പറയുകയാണ് എനിക്ക് നിന്നോട് സ്നേഹമാണ്. ഇത് രണ്ടിലും എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ ആൽബിൻ? ഇല്ല. പക്ഷേ ഇതിൽ ഏതാ സ്ട്രോങ്? ഏതാ ഈ കമ്മ്യൂണിക്കേഷനിൽ ഏതാ സ്ട്രോങ്? ഐ ലവ് യു എന്ന് പറയുന്നതാണ് സ്ട്രോങ്. എഗ്രി ചെയ്തോ? അപ്പം വാക്കുകളിൽ തന്നെ ഡിഗ്രി വ്യത്യാസം നമുക്ക് കാണാം. ഇനി നമുക്ക് തുടർന്നും കാണാം. ഐ ലവ് യു എന്ന് ആൽബിൻ പറഞ്ഞു. അപ്പം നമ്മുടെ ജീസൻ ഇവിടെ നിന്ന് പറഞ്ഞു എന്താണ്? അവിടെ വായിച്ചോ, ഇനിയുള്ള എൻ്റെ ജീവിതകാലം നിന്നോട് കൂടി ചിലവഴിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നോടുകൂടി ചിലവഴിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലേതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? ആദ്യത്തേതോ രണ്ടാമത്തേതോ? രണ്ടാമത്തേത്. ഉറച്ചു പറ, എന്തിനാ പേടിക്കുന്നേ? രണ്ടാമത്തേത്. ഷുവറാണോ? ഷുവർ. നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ടാണോ പറയുന്നത്? ആണല്ലോ, വെരി ഗുഡ്. ഓക്കെ, നമ്മൾ അവരുമായിട്ട് എഗ്രി ചെയ്തു. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടെ നോക്കാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആൽബിൻ വീണ്ടും പറഞ്ഞു ഓക്കെ, ജീസൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇതാ ഞാൻ പറയുന്നു നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? നമുക്ക് വിഷ്വൽ അങ്ങോട്ടേക്ക് നോക്കാം എല്ലാവരും. ആദ്യത്തേത് വായിച്ചു, ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നോടുകൂടി ചിലവഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴത്തേന് അവിടെ പറഞ്ഞു നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇതിലേതാ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്? ഏതാ? നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഈ 7% വാക്കുകളിൽ പോലും നമുക്ക് പലതരത്തിലുള്ള അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റ് ഡിഗ്രി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ ഇത് ഞാൻ കാണിച്ചതൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ് എങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വീണ്ടും നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്ക് വരികയാണ്. ഇനി ഞാൻ ബോഡി ലാംഗ്വേജ് നിങ്ങളെ കാണിക്കുക. ഓക്കെ, നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. നമുക്ക് 2 വിഷ്വൽ അവിടെ കാണുന്നു. എ ആൻഡ് ബി രണ്ടും ബോഡി ലാംഗ്വേജാണ്. എ ആണോ സ്ട്രോങ്, ബി ആണോ സ്ട്രോങ്? ബി. ഷുവറാണോ? ഒന്നുകൂടെ നോക്ക്. ഷുവറാണോ? മൈക്കൊണ്ട് പറ, എനിക്ക് കേൾക്കുന്നില്ല. ബി ആണ് സ്ട്രോങ്. സമ്മതിച്ചല്ലോ എല്ലാവരും? ഓക്കെ, ഓഡിയൻസും നിങ്ങൾ കണ്ടല്ലോ, ബി ആണ് സ്ട്രോങ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ആ സ്ട്രോങ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം? ശരീരഭാഷയിലുള്ള തീവ്രത. ആ, വെരി ഗുഡ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ് ആ രണ്ടാമത്തെ പിക്ചറിൽ. ഇനി നമുക്ക് വിഷ്വൽ വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാം. ഇവിടെ സി ആണോ ഡി ആണോ, ഏതാണ് ഈ ശരീരഭാഷയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്? എന്തുകൊണ്ട്? നോക്കുക, ഒന്നുകൂടെ നോക്കുക. എന്തുകൊണ്ട്? വളരെ അഗ്രസീവായിട്ട് സെയിം ബോഡി ലാംഗ്വേജ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കെ എന്തിനാണ് ഈ തിയോളജി ബോഡിയിൽ ഞാനിത് കൊണ്ടുവരുന്നത്? ഒരല്പം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞാനിത് ഡെമോ ചെയ്ത് കാണിച്ചതെന്ന്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ നമ്മുടെ വിഷ്വലിലേക്ക്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വലിയ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും.
ഇപ്പോൾ ഇവിടെ ഷേക്ക് ആൻഡ് ഇ ആണോ എഫ് ആണോ ഏതാ സ്ട്രോങ് ആയിട്ടുള്ളത്? എഫ്. ഒരു സംശയവും. ഓക്കെ, വീണ്ടും നിങ്ങൾ അങ്ങോട്ട് തന്നെ നോക്കുക. ഞാൻ വിഷ്വൽ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? എഫ് ആണോ ജി ആണോ? എഫ്. ജി. 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 ഓഡിയൻസ് ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എഫ് ആണോ ജി ആണോ? അപ്പോൾ ആരാണ് ജി എന്ന് പറഞ്ഞ ആരാ? ജി. എന്തുകൊണ്ട് ജി സ്ട്രോങ് ആണ്? പെട്ടെന്നൊന്ന് പറയാമോ? സ്ട്രോങ് ആയിട്ടുള്ള പിടുത്തം, ആ പിടുത്തത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലേ? രണ്ടും കൈ ചേർത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. പക്ഷേ ഈ പിടുത്തത്തിൽ സ്നേഹത്തിൻ്റെ എന്തോ ഒരു വലിയ ഒരു പ്രകടനം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭാര്യ ഭർത്താക്കന്മാരാകാം, ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളാകാം, അല്ലേ ബ്രദർ സിസ്റ്റർ ആകാം. അപ്പോൾ ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ വലിയ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ക്ലിയർ ആയോ അത്? അപ്പോൾ ഇത് ആണ്. ഇനിയും നിങ്ങൾ ശ്രദ്ധ അങ്ങോട്ടേക്ക് തന്നെ വെക്കുക. ഞാൻ വീണ്ടും വേറൊരു വിഷ്വൽ കാണിക്കുകയാണ്. എ ആൻഡ് ബി, ഇതിലേതാ സ്ട്രോങ്? എ ആൻഡും ബി ആണോ? എ. എന്തുകൊണ്ട്? എക്സ്പ്രഷൻ. നിങ്ങൾക്കും പറയാം എന്തുകൊണ്ട് എ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത്? നീണ്ട നാൾ നീണ്ടു നിൽക്കുന്ന സ്നേഹം. നീണ്ട നാൾ നീണ്ടു നിൽക്കുന്ന സ്നേഹം. വാ, ആൽവിൻ വളരെ മനോഹരമായിട്ട് അതിനെ വിവരിക്കുകയാണ്. അപ്പം നമ്മളത് കാണുന്നവർക്ക് പല രീതിയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പല രീതിയിൽ നമുക്ക് വിവരിക്കുവാൻ സാധിക്കും. നല്ലൊരു പോസ്റ്ററല്ലേ രണ്ടുപേരുടെയും നമുക്ക് വളരെയധികം സ്നേഹം തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൽ സ്ട്രോങ് ആയിട്ടുള്ളത് എ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ശരീരത്തിൻ്റെ ഈ ലാംഗ്വേജ് ഓഫ് ദ ബോഡി എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇനിയും പറയുന്നതിലേക്ക് നമ്മൾ വരിക. അപ്പം നമ്മുടെ ശരീരത്തിനൊരു പ്രവാചക ദൗത്യമുണ്ട് ഇതുപോലെ. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഈ പ്രവാചക ദൗത്യത്തിലൂടെ നമ്മുടെ ശരീരം കടന്നു പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇവിടെ വിഷ്വൽസ് കാണിച്ചത്. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് ഈ ശരീരത്തിൻ്റെ പ്രവാചക ദൗത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷ നിർണ്ണയിക്കുവാൻ നമുക്ക് തന്നെ ദൈവം അധികാരം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ലാംഗ്വേജിൻ്റെ ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ, ആ ലാംഗ്വേജ് നമുക്ക് തന്നെ അതിൻ്റെ ഓതേഴ്സ് ആകാനുള്ള അധികാരം തന്നിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അധികാരം തന്നത്? നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു. എന്താണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്താണുള്ളത്? അവന് വിൽ, ഇൻ്റലക്റ്റ് ഉള്ളതുകൊണ്ട് ഫ്രീ വിൽ, ഫ്രീഡം ടു ചൂസ്, സെൽഫ് ഡിറ്റർമിനേഷൻ, ഈ ഫാക്കൽറ്റീസ് എല്ലാം അവനുണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് ഈ ശരീരം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കള്ളവും പറയാം. ബോഡി ലാംഗ്വേജ് കൊണ്ട് കള്ളം പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ലേ? നിങ്ങളിപ്പോൾ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ? പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര തലവേദന എടുത്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ദേഹമെല്ലാം ഭയങ്കര വേദനയാണ്, അല്ലെ ഭയങ്കര അസ്വസ്ഥത നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിച്ചു, എന്തുണ്ട്, സുഖമാണോ? ഓ പിന്നെ എനിക്ക് ഭയങ്കര സുഖമാണ്. ബോഡി ലാംഗ്വേജ് കൊണ്ട് നമ്മൾക്ക് ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് അല്ലേ അവിടെ നമ്മൾ വെച്ചത്? നമ്മുടെ ബോഡി നമ്മളോട് എന്താ പറയുന്നത്? സുഖമില്ല, ഭയങ്കര തലവേദനയാവാം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും തമ്മിലൊരു കോൺട്രഡിക്ഷൻ അവിടെ നടന്നത്. അപ്പോൾ നമുക്ക് ശരീരം കൊണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ശരീരം കൊണ്ട് നമുക്ക് തെറ്റായ പ്രവചനങ്ങളും നടത്തുവാൻ പറ്റും. ഇനി നിങ്ങൾ വളരെ ആൻഷ്യസ് ആയിരിക്കും, എന്താണ് ഇതിങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ? അപ്പോൾ ഇനിയാണ് നമ്മുടെ ശരീരം സെക്ഷുവാലിറ്റിയും തമ്മിലുള്ള ഈ പ്രവാചക ദൗത്യത്തിൻ്റെ ആ ശരിയായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. വിഷ്വല് നമുക്ക് അത് കാണാം, ഒന്ന് വായിക്കാവോ? ശരീരം കൊണ്ട് സത്യം പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ശരീരം കൊണ്ട് നമുക്ക് നുണയും പ്രഘോഷിക്കാം. ശരീരം കൊണ്ട് സത്യം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നുണയും പ്രഘോഷിക്കാം. ഇനിയും അടുത്ത ഭാഗം ഒന്ന് വായിക്കാവോ? അത് വിശ്വസ്തതയുടെയും, അതായത് സ്നേഹത്തിൻ്റെ ഭാഷയും, ദാമ്പത്യ അവിശ്വസ്തതയുടെ, അതായത്
വ്യഭിചാരത്തിൻ്റെയും ഭാഷയും സംസാരിക്കും. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത്, നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് നുണ പറയാൻ പറ്റും, സത്യം പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്തോ യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണ്? സത്യം. ദൈവം നമ്മുടെ ശരീരം എന്തിനാണ് നമ്മളെ ആണും പെണ്ണുമായി ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചത് എന്നുള്ള സത്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. ഈ ദൈവസ്നേഹത്തിൻ്റെ ഒരടയാളമായിട്ട്, ഈ യൂണിയൻ്റെ ഒന്നുചേരലിൻ്റെ ഒരടയാളമായിട്ട്, അതിൻ്റെ ഒരു ചൂണ്ടുപലകയായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു പുരുഷൻ്റെ ശരീരം അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം വിവാഹം എന്ന കൂദാശയിലൂടെ വൺ ഫ്ലഷ് ആയിത്തീരുന്ന ആ വലിയ കൃപ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നുണ നമുക്കിതുകൊണ്ട് പറയാം. അവിടെയാണ് ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, നമ്മുടെ വ്യഭിചാരം അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ സെക്ഷുവാലിറ്റി കൊണ്ട് ഒരു ഇമ്മോറൽ ആക്ട് വരുന്നത് അപ്പോഴാണ് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ നുണ പറയുമ്പോൾ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ ശരീരം കൊണ്ട് സത്യം പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ശരീരത്തിലൂടെ ആവിഷ്കരിക്കുന്നത് നമ്മൾ പ്രഘോഷിക്കുക. അപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് തിന്മ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള നമ്മുടെ ലൈംഗിക ബന്ധങ്ങൾ, തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഫോൾസ് പ്രോഫറ്റ്സ് ആയിട്ട് മാറുകയാണ്, നുണ പറയുകയാണ്. വി ആർ കോൺട്രഡിക്റ്റിംഗ് അവർ സെൽസ്. ഇവിടെയാണ് ഒരു മോറൽ ഡിസോർഡർ ഉള്ളത് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു. ഇവിടെ ഒരു മോറൽ ഡിസോർഡർ ഉണ്ട്. ഈ മോറൽ ഡിസോർഡറാണ് നമ്മളെ പാപത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും നിങ്ങളുടെ വിഷ്വലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇവിടെ സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്ന മാരിറ്റൽ ലവിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതായത് ദാമ്പത്യ സംയോഗം സൃഷ്ടാവാദിയിൽ തന്നെ നിശ്ചയിച്ചതായിരുന്നോ ഇല്ലയോ? അതിന് സംശയമുണ്ടോ? പോണോഗ്രഫി കൾച്ചർ പറയില്ല ഞങ്ങളാണിത് കണ്ടുപിടിച്ചതെന്ന്. പക്ഷേ ആരാണ് ശരിക്കും സെക്ഷൽ യൂണിയൻ, ദാമ്പത്യ ധർമ്മം, സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ ആദ്യത്തെ വിവാഹം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ബ്ലെസ് ചെയ്ത് വിട്ടിട്ട് എന്താ പറഞ്ഞേ? ഗോ ആൻഡ് ബിക്കം വൺ ഫ്ലഷ് ആൻഡ് ഭൂമിയെ നിങ്ങൾ സ്വന്തമാക്കുക, നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാം നിങ്ങൾക്കാ. അങ്ങനെ ഭൂമിയുടെ ആധാരവും നമുക്ക് തന്നിട്ട് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടു. അപ്പോൾ അവിടെയാണ് ഈ സെക്ഷൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ദൈവം ആദിയിൽ തന്നെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ആയതിനാൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോടുകൂടി ചേരും, അവർ രണ്ടുപേരും ഒറ്റ ശരീരമായി തീരും, പിന്നീട് അവർ രണ്ടല്ല ഒന്നാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ഞാൻ വിടുകയാണ്. അപ്പോൾ ഇവിടെ സെക്ഷൽ യൂണിയനിലൂടെ നമ്മളൊരു സത്യം പ്രഘോഷിക്കുക. ഇതാണ് ആ സത്യം. ആ സത്യമാണ് നമ്മുടെ വിവാഹ വാഗ്ദാനത്തിൻ്റെ സത്യം. നിങ്ങൾ വിവാഹം കഴിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ 4 വിവാഹ വാഗ്ദാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ വിവാഹിതർ എന്തൊക്കെയാണെന്നത്? നമ്മൾ ഏത് ലാംഗ്വേജിലും ഏത് റൈറ്റിലുള്ളവരാണേലും ഈ 4 വിവാഹ വാഗ്ദാനങ്ങൾ നമ്മുടെ വിവാഹത്തിൻ്റെ ഭാഗമാണ്. ഓർക്കുന്നതൊക്കെ പറഞ്ഞോ? സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. ഓക്കെ, ഇത് നമ്മളെടുക്കുന്ന പ്രതിജ്ഞയാണ്. പക്ഷേ ഇതിലെല്ലാം 4 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ നിങ്ങളവിടെ അച്ഛൻ ചോദിക്കുന്നത്? ബോബി, ഈ നിൽക്കുന്ന ഭാര്യയുടെ പേരെന്നാ? ജോസിയെ സ്വതന്ത്ര മനസ്സോടെ സ്വീകരിക്കുവാൻ നീ തയ്യാറാണോ? ചോദിക്കത്തില്ലേ? അപ്പം നമ്മുടെ അതുപോലെ അപ്പുറത്തും ചോദിക്കും. അപ്പം നമ്മുടെ സ്വതന്ത്രമായ ഒരു തീരുമാനം, സഭയുടെ നിയമം അനുസരിച്ച് ഒരു ഫ്രീ വിൽ, പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും അവരെ വിവാഹിതരാകാൻ പോകുന്നതിന് മുമ്പ് ഒരു ഫ്രീ വിൽ, സ്വതന്ത്ര മനസ്സോടുകൂടി അവർ വന്നിരിക്കണം. ഏതെങ്കിലും ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ സഭ അവിടെ വെച്ച് തന്നെ അത് ഇൻവാലിഡായിട്ട് വിടും. ഓക്കെ, ഇനി രണ്ടാമതൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് ഓർക്കുക. നിങ്ങൾ പരസ്പരം, ഇവിടെ പറഞ്ഞു, ഫ്രാൻസിസ് പറഞ്ഞു, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമൊക്കെ
പരസ്പരം സമ്പൂർണമായി പരസ്പരം സ്വീകരിക്കുവാൻ തയ്യാറാണോ? പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതം കൈമാറാൻ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ സ്വതന്ത്രമായി, ടോട്ടൽ എന്ന് പറയും, ഫ്രീ ടോട്ടൽ, സമ്പൂർണമായി. എന്നിട്ട് വീണ്ടും ഒരു ചോദ്യമുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ, നിങ്ങൾ ജീവിതത്തിൻ്റെ അവസാനം വരെ വിശ്വസ്തരായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും, വിശ്വസ്തരായിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇതൊക്കെ ഞാനീ പറയുന്നവരായിരിക്കുമല്ല ചോദിക്കുന്നത്, അത് പല റൈറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച്, പക്ഷേ ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? ഞങ്ങൾ വിശ്വസ്തരായിരുന്നോളാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവസാനം വേറൊരു ചോദ്യമുണ്ട്, ദൈവം ദാനമായി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകിയാൽ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ചോദിക്കാറില്ലേ? ഉണ്ട്. അവസാനം അതാ പറഞ്ഞു വിടുന്നത്. അപ്പം നമ്മൾ അവിടെയും പറയും യെസ് പറയും. അപ്പം 4 എലിമെൻറ്റ്സ് ആണ് നമ്മുടെ വിവാഹ വാഗ്ദാനത്തിലുള്ളത്. ഒന്ന് ഫ്രീ, ഒന്ന് ടോട്ടൽ, ഫെയ്ത്ത്ഫുൾ, ഫ്രൂട്ട്ഫുൾ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ വിവാഹ വാഗ്ദാനത്തിലുള്ളത്. ഈ 4 വിവാഹ വാഗ്ദാനങ്ങളുടെ ഒരു എക്സിക്യൂഷനാണ് സെക്ഷൽ യൂണിയനിൽ ആ ഭാര്യ ഭർത്താവ് നിർവഹിക്കുന്നത്. ഇതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിവാഹ വാഗ്ദാനം അത് ഇനിഷ്യേറ്റീവ് ആണ് മാര്യേജിൻ്റെ, അത് മാംസം ധരിക്കുന്നതാണ് ദാമ്പത്യധർമ്മത്തിലൂടെ സ്ത്രീയും പുരുഷനും ചെയ്യുന്നത്. ക്ലിയറായോ ഈ കോൺസെപ്റ്റ്? അപ്പോൾ അവിടെ ഈ നമ്മളെടുത്ത വിവാഹ വാഗ്ദാനങ്ങൾ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ അത് സത്യം നമ്മൾ തുറന്നു പറയുക രണ്ടുപേരും കൂടി. അപ്പോൾ അവിടെയാണ് ബോഡി ലാംഗ്വേജിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ 100% നടക്കുക. എന്താണ്? നമ്മളാ പ്രതിജ്ഞ എടുത്തതുകൊണ്ടല്ലോ, ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ഫ്രൂട്ട്ഫുൾ, ടോട്ടൽ. അത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഭാഷയിലൂടെ നമ്മളിതാ ഇവിടെ അത് നിർവഹിച്ചു കഴിഞ്ഞു. ഇതാണ് ശരിക്കും ഈ വിവാഹ വാഗ്ദാനം നമ്മുടെ ശരീരത്തിൻ്റെ ഈ ലാംഗ്വേജിലൂടെ എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ വീണ്ടും വിശുദ്ധമായിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ളതിന് നമ്മൾ തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ആദ്യത്തെ കാര്യം എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിനൊരു പ്രവാചക ദൗത്യമുണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ സംസാരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും. അപ്പോൾ ഒരു വിവാഹ വാഗ്ദാനം നമ്മൾ എടുക്കുന്നുണ്ട്. 4 വിവാഹ വാഗ്ദാനത്തിൻ്റെ പോയിന്റ്സ് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണത്? ഫ്രീ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ, ഫെയ്ത്ത്ഫുൾ. ഇത് 4 ഏത് ലാംഗ്വേജിലാണേലും നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും ഈ 4 വിവാഹ വാഗ്ദാനങ്ങൾ അത് നമ്മൾ ശരീരത്തിൻ്റെ ഭാഷയിലൂടെ അത് പ്രാവർത്തികമാക്കുന്നത് എപ്പോഴാണ്? ആർക്ക് പറയാം? ദാമ്പത്യധർമ്മം ആ ദമ്പതികൾ നിർവഹിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, അവിടെ വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷയിൽ നമുക്ക് സത്യം പറയാം, നമുക്ക് കള്ളവും വേണേ പറയാം. അപ്പോൾ 2 ആളുകൾ വിവാഹിതരല്ല, അവർ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ശരീരത്തിൻ്റെ ഭാഷയിലൂടെ എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ശരിക്കും സെക്ഷൽ യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഞാൻ എന്നെ തന്നെ സ്വതന്ത്രയായി നിനക്ക് പൂർണ്ണമായി സമ്പൂർണമായി വിശ്വസ്തയോടെ ഫലദായകമായി നൽകുന്നു എന്നുള്ള സത്യം നമ്മുടെ ശരീരത്തിലൂടെ വിളിച്ചറിയിക്കുന്നതാണ് നമ്മുടെ ദാമ്പത്യധർമ്മം, അല്ലെ സെക്ഷൽ യൂണിയൻ. അപ്പോൾ വിവാഹിതരാകാതെ അല്ലെ തെറ്റായ ബന്ധങ്ങളിലൂടെ ഈ ദാമ്പത്യധർമ്മം അല്ലെങ്കിൽ സെക്ഷൽ യൂണിയൻ നടത്തുന്ന വ്യക്തികൾ അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവർ നുണ പറയുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന അവിടെ നുണയാണ് അവർ പറയുന്നത്. അവർ സത്യത്തിന് പകരം നുണ പറയുക. അവിടെ ഈ 4 എലിമെൻ്റ് ഏതെങ്കിലും അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഫ്രീ, അവർ പറയും ഞങ്ങൾ രണ്ടുപേരും സ്വതന്ത്രമായിട്ടാണ്,
അവിടെ ഒരിക്കലും അവർ ഫ്രീ അല്ല. ദേ ആർ സ്ലേവ്സ് ഓഫ് ദെയർ ലസ്റ്റ്. അവരുടെ ലസ്റ്റിൻ്റെ അടിമകളാണ് അവരവരുടെ സ്വതന്ത്ര മനസ്സെന്ന് പറയുന്നത് ഈ വെറും യെസോ നോ അല്ല. അവരുടെ ഉള്ളിൽ നിന്ന് അവർ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിതകാലം മുഴുവനും പങ്കുവയ്ക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടിയല്ല അവർ ആ ആക്ഷനിൽ അവിടെ ഏർപ്പെടുന്നത്. ഇനി അടുത്ത എലിമെൻ്റ് നോക്കിക്കേ. അവർ ഫെയ്ത്ത്ഫുൾ ആണോ? അല്ല. അവർ ടോട്ടലാണോ? സമ്പൂർണമായി മരണം വരെ ഞാൻ നിന്നെ സ്വന്തമാക്കി നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള തീരുമാനത്തോടെ വന്നവരാണോ? അല്ല. അവർ ദേ ആർ ഹോൾഡിങ് ബാക്ക് സംതിങ്. ഒരുപക്ഷെ അവർ കോൺട്രാസെപ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ ബന്ധത്തിൽ തന്നെ ബാരിയേഴ്സ് അവിടെ സൃഷ്ടിക്കുക. അത് ഫ്രൂട്ട്ഫുൾ ആണോ അവരുടെ ബന്ധം? അല്ല. അത് ദാറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു ലൈഫ്. അത് വേറൊരു ജീവന് സാധ്യതയുള്ള ഒരു അവസരവും അവിടെ ഒരുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ഇവിടെയാണ് നമ്മൾ മൊറാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മൊറാലിറ്റി ഡിസോർഡർ അത് ഏത് ഭാഷയിലുള്ളവരാകാം, ഏത് വിശ്വാസത്തിലുള്ളവരാകാം, പാപത്തേക്കാൾ ഉപരി ഒരു മൊറാലിറ്റി ഡിസോർഡർ അവിടെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഏത് മനുഷ്യന് ശരീരമുണ്ടോ, അവന് സെക്ഷൽ ഡിസയേഴ്സും സെക്ഷുവാലിറ്റിയും ഉണ്ടോ, ആ മനുഷ്യനെല്ലാം ഈ ബോഡി ലാംഗ്വേജ്, അതായത് പ്രോഫറ്റിക് റോൾ ഓഫ് ദ ബോഡി, അത് ആപ്ലിക്കബിളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മൊറാലിറ്റി ഡിസോർഡർ വരുമ്പോഴാണ് പാപം, അപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് പാപം എന്ന കോൺസെപ്റ്റിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ പല വിശ്വാസങ്ങൾ അനുസരിച്ചിട്ട് പാപത്തിന് തന്നെ സെപ്പറേറ്റ് ഡെഫിനിഷനുണ്ട്. പക്ഷേ എന്തായാലും അവിടെ ഒരു മോറൽ ഡിസോർഡർ ഉണ്ട്. അവിടെയാണ് അധാർമികത എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലായില്ലേ? യെസ്, വെരി ഗുഡ്. ഈ ക്ലാസ് ഇവിടെ വെച്ച് പൂർണ്ണമാകുന്നില്ല. കാരണം ഇത് വളരെ സങ്കീർണമായ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് വിവാഹത്തെക്കുറിച്ച് എന്താണ് ഈ ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ, ഈ 4 എലിമെൻറ്റ്സ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ള തുടർന്നുള്ള പല ചോദ്യങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള പല സിനേറിയോസ് എടുത്ത്, എക്സാമ്പിൾ എടുത്ത് നമ്മൾ വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇത് കാണുന്നുണ്ട്. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് എപ്പിസോഡ്, ബൈ ബൈ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. TOBയുടെ അടുത്ത എപ്പിസോഡ് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം, ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ആകുന്നത് എന്നുള്ളത് ഈ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണുകയാണ്. അതുപോലെ തന്നെ അനേകം ചോദ്യങ്ങൾക്ക് നമുക്കവിടെ ഉത്തരം കിട്ടുകയാണ്. എന്തുകൊണ്ട് പ്രീ മാരിറ്റൽ സെക്സ് തെറ്റാകുന്നു, എന്തുകൊണ്ട് വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നു, തുടങ്ങിയ അനേക ചോദ്യങ്ങളുമായി നിങ്ങൾ കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിന് വേണ്ടി. John Paul II's Theology of the Body.